ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തി. ഇത് ഐറ്റം വേറെ. ഈ രുചി കിട്ടാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പഴുത്ത തക്കാളി, 2 പച്ചമുളക്, 5-8 വെളുത്തുള്ളി അല്ലി. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ പുളിക്കും അനുസരിച്ച് വേണം ചേർക്കാൻ. ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മാങ്ങ തൊലി ചെത്തണ്ട, ഇതുപോലെ ആദ്യമേ കമത്തി വെച്ച് കൊടുക്കണം. തക്കാളിപ്പഴം 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, അതും ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കണം. ഇനി എണ്ണയിൽ കിടന്ന് വേണമെന്ന് വെന്ത് വരാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകണ്ട, ഈ എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വെന്തിട്ട് വെച്ച് കൊടുത്താൽ മതി. മുളക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തക്കാളിപ്പഴവും മാങ്ങായും ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പം മാങ്ങായും തക്കാളിപ്പഴവും ഒക്കെ വെന്തിട്ടുണ്ട്, വെളുത്തുള്ളി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. മാങ്ങായും തക്കാളിക്കൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നമുക്കിതിൻ്റെ തൊലി വേണ്ട. നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മാങ്ങായും അതുപോലെ തൊലി മാറ്റിയെടുക്കാം. ആ കൂടെ വറുത്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇത് നമുക്കൊന്ന് അരയ്ക്കാം. ഇനി ഇതിൻ്റെ പുളി ഉപ്പ് ഒന്ന് നോക്കണം. നല്ല പുളിയുണ്ട്. ഇതിനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 5-6 ഇല കറിവേപ്പില. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഈ ചമ്മന്തി ഒന്ന് നോക്കാം. ഇപ്പം ഇതിന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കടുക് വറുക്കുന്നൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ. തക്കാളി ചേർത്ത മാങ്ങാ ചമ്മന്തി റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ചോറിനും കപ്പയ്ക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാവുന്ന അടിപൊളി ചമ്മന്തി റെഡിയായി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.